ഹലോ ഗൈസ്, ഗാർഡൻ സ്റ്റഡീസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെ നമ്മുടെ ഫെല്ലാപ്സിൻ്റെ 300 രൂപ മുതലുള്ള പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ആണ്. അപ്പോൾ ഈ 300-നൊക്കെ നമ്മൾ ഓഫർ റേറ്റാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പം മുഴുവനായിട്ട് കാണാൻ വേണ്ടി നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ഫെല്ലാപ്സിൻ്റെ മെയിനായിട്ട് നമ്മുടെ മീഡിയം വെച്ചർ പ്ലാന്റ്സിൻ്റെ സെയിലാണ് വരുന്നത്. നമ്മൾ മീഡിയത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ നമുക്ക് ഒരുപാട് പേര് എൻക്വയറി ചെയ്തു. ഇഷ്ടം പോലെ നമുക്ക് എന്താ പറയുക ഓർഡേഴ്സും വന്നു, കുറേ എൻക്വയറിയും വന്നൊരു വീഡിയോ ആണ്. ഒരുപാട് പേര് അത് കാണുകയും ചെയ്തു. അപ്പോൾ ഇത് കാണാൻ നമ്മുടെ ഫെല്ലാപ്സ് നല്ല റേറ്റുള്ള പ്ലാനാണ്. അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഒരു 300 രൂപയ്ക്ക് മിക്കവർക്കും അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അത് തന്നെ നമുക്ക് 300, 380, 383 റേഞ്ചിലാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വെറൈറ്റീസ് നമുക്ക് കുറച്ചുകൂടെ ഒരുപാട് പൈസ ഇല്ലാത്തവർക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ മീഡിയം പ്ലാന്റ്സ് അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഒരുപാട് പേർക്ക് അടുത്തൊരു സജഷനാണ് ഇതിൻ്റെ മെച്ചർ പ്ലാന്റ്സ് വേണമെന്ന്. അപ്പോൾ അതുകൊണ്ട് സജഷൻ്റെ പ്രമാണിച്ച് നമ്മൾ ഇതിൻ്റെ മെച്ചർ പ്ലാന്റ്സ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ. കാരണം ഈ വീഡിയോയിൽ എല്ലാം മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ മീഡിയത്തിൻ്റെയും മെച്ചറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പം നമ്മൾ അതിനെ പറ്റി പാക്കിംഗ് ടൈമിൽ 2-3 ലൈവ് പോയിട്ടുണ്ടായിരുന്നു. പ്ലാൻ സൈസും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ കാണിക്കാനായിട്ട്. കാരണം നമ്മൾ ഫെല്ലാപ്സിൻ്റെ ഡീറ്റെയിൽഡ് ഇത് കാണിക്കാതിരുന്നിട്ട് വരെ ഒരുപാട് പേര് നമുക്ക് ഓർഡേഴ്സ് തന്നു. കാരണം അത്രയും നല്ല രീതിയിൽ നമുക്ക് റെസ്പോൺസ് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും ഇപ്പം നമുക്ക് മിക്കവരും നമ്മുടെ വീഡിയോയിൽ കണ്ട് സൈസ് കണ്ടിട്ട് വീണ്ടും വാട്സപ്പിൽ നിന്ന് സൈസ് ചോദിക്കുവാണ്. കാരണം നമുക്ക് അങ്ങനെ ചോദിച്ചാൽ നമുക്ക് അയക്കാൻ പറ്റത്തില്ല. കാരണം ഫോണിൽ ഓൾറെഡി നമ്മൾ കാറ്റലോഗ് മാത്രമാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ബാക്കി റെഫറൻസ് ഒക്കെ സൈസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നിങ്ങൾ വീഡിയോ കാണാം. വീഡിയോ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് കുറച്ചുകൂടെ സൈസിൻ്റെ റെഫറൻസൊക്കെ മനസ്സിലാവുന്ന കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ സൈസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം നമ്മുടെ കയ്യിൽ ഓർഡർ ചെയ്യാം കേട്ടോ. കാരണം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നമ്മൾ മിക്ക സൈസ് കാണിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ മെയിനായിട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ 2 വെറൈറ്റീസ്, പിന്നെ അതിനിപ്പോൾ നമുക്ക് മെയിൻ സെയിലായിട്ട് വരുന്ന നമ്മുടെ 2 രൂപത്തിൻ്റെ ബുഷി പ്ലാന്റ്സ് നമ്മൾ ഓഫർ റേറ്റിന് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ എയർ പ്ലാന്റ്സ് ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഫസ്റ്റ് നമ്മളിത് കാണിക്കാൻ പോകുന്നത് നമ്മുടെ മെച്ചർ സൈസായിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഈ പ്ലാന്റ്സ് ഒക്കെയാണ് നമ്മുടെ മെച്ചർ. അപ്പോൾ മെച്ചറിൻ്റെ കുറേ പേര് സൈസ് ചോദിക്കുന്നുണ്ട്. കണ്ടോ, ഇത് ബ്ലൂമിങ് സ്റ്റേജാണ്. മെച്ചർ എന്ന് പറഞ്ഞാൽ മുട്ട് വരാറായ പ്ലാന്റ്സ് ആണ്. ഇതിൽ ഉടനെ മുട്ട് വരുന്ന പ്ലാന്റുകൾ, മുട്ടുള്ള പ്ലാന്റ് 1-2 കുറച്ചൊക്കെ ഉണ്ട്. അപ്പം ഇതെല്ലാം മെച്ചർ ബ്ലൂമിങ് സ്റ്റേജിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെയാണ് അവൈലബിൾ ആയിട്ട്. മെച്ചറൊക്കെ നമുക്ക് വരുന്നത് 400, 450, 480 ഈ റേഞ്ചിലൊക്കെയാണ് മെച്ചറിൻ്റെത് അവൈലബിൾ ആക്കിയിട്ട്. അപ്പോൾ 400-ന് നമുക്ക് പ്ലാൻസ് ഉണ്ട്. പിന്നെ 300-ൻ്റെ പ്ലാൻസിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ വീഡിയോയിൽ ലാസ്റ്റായിട്ട് പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് മിസ് ചെയ്യാതെ കാണാം. അപ്പം ഇത്രയും നല്ല രീതിയിൽ ഗ്രോത്ത് ഉള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ തരുന്നത്. പിന്നെ ഇതിൻ്റെ കാറ്റലോഗൊക്കെ അറിയാനായിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി. അതേപോലെ തന്നെ ഈ വീഡിയോയിലും അവൈലബിൾ ആയിട്ടുള്ള ഫ്ലവേഴ്സിൻ്റെ പിക്ക് നിങ്ങൾക്ക് സൈഡിൽ കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഗ്രോത്ത് ഉള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയക്കുന്നത്. പിന്നെ മീഡിയം അല്ല, ഇതെല്ലാം മെച്ചർ ബ്ലൂമിങ് സ്റ്റേജിലുള്ള പ്ലാന്റ്സ് ആണ്. മുട്ട് വരാറായത് അല്ലെങ്കിൽ വന്ന് തുടങ്ങിയ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് ഈ ഒരു പ്ലാന്റ്സ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡീറ്റെയിൽസ്. അപ്പം നിങ്ങൾക്ക് ഇതിലും കൂടുതൽ എന്തെങ്കിലും അറിയണം നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. പിന്നെ ഇതിൽ ഫ്ലവറിങ് എപ്പോൾ വരുമെന്ന് ചോദിക്കുന്നവരടുത്ത് ഇതെല്ലാം ബ്ലൂമിങ് സ്റ്റേജാണ്. എപ്പോൾ വേണോ മുട്ട് വരാം. ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ ഇതെല്ലാം മുട്ട് വരാറായ ഒരു പരുവമാണ്. നമ്മൾ കുറച്ചുകൂടെ ഒരു ഫെർട്ടിലൈസർ കൊടുത്ത് നല്ല കുറച്ചുകൂടെ പെട്ടെന്ന് മുട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ആ സ്റ്റേജിലുള്ള പ്ലാന്റ്സ് ആണ്. പിന്നെ മീഡിയം ആണെങ്കിൽ നമുക്ക് 3 to 6 months ഫ്ലവറിങ്ങും കിട്ടുന്നതും നല്ല രീതിയിൽ വരുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ വരുന്ന സിറ്റുവേഷനൊക്കെ നമ്മൾ ഗ്രോത്തിൻ്റെ ആദ്യം കൊടുക്കുക. ഇപ്പം മെച്ചുവറിലാണെങ്കിൽ നമുക്ക് എന്താ പറയുക, നമുക്ക് ഫ്ലവറിങ് കൊടുക്കുക. പക്ഷെ മീഡിയം സ്റ്റേജിൽ പ്ലാന്റ്സിനെ കുറച്ചുകൂടെ ഒന്ന് മെച്ചുവറാക്കിയിട്ട് കൊടുക്കും ആയിരിക്കും ബെറ്റർ. അപ്പം ഇതൊക്കെ നമ്മുടെ മീഡിയം പ്ലാന്റ്സ് ആണ്. സൈസും ഡീറ്റെയിൽസ് കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഓർഡർ ചെയ്യാം. കാരണം ഇതെല്ലാം ബ്ലൂമിങ് സ്റ്റേജിലുള്ള പ്ലാന്റ്സ്. പിന്നെ ഇതിൻ്റെയൊക്കെ ഫ്ലവർ പിക്കും കാറ്റലോഗ് നമ്മളുടെ ഓൾറെഡി ഉണ്ട്. മെസ്സേജ് ഇട്ട് നമ്മൾ തയ്ച്ചു തരുന്നതായിരിക്കും. ഫ്ലവർ പിക്കൊക്കെ നിങ്ങൾക്ക് തയ്ച്ചിട്ട് കാണാൻ വേണ്ടി കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെച്ചറിൽ നമുക്ക് കുറച്ചുകൂടെ കളക്ഷൻസ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. മറ്റേ വെറൈറ്റീസ് അല്ലാതെ, പഴയ വെറൈറ്റീസ് അല്ലാതെ. മീഡിയത്തിലും അതേപോലെ തന്നെ പുതിയ വെറൈറ്റീസ് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല പുതിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെറൈറ്റീസ് മെച്ചറിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് മെസ്സേജസ് മാത്രമാണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫ്ലവർ പിക്ക്. അപ്പം ഇതൊക്കെയാണ് ഡീറ്റെയിൽസ്. പിന്നെ ഇനി നമുക്ക് അടുത്ത് നമ്മൾ എന്താ പറയുക, നമ്മുടെ മീഡിയത്തിൻ്റെ പ്ലാൻസ് ഉണ്ട്. അപ്പോൾ മീഡിയത്തിൻ്റെ ഒരു സെയിൽ വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു.
പക്ഷേ ഇത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് വീഡിയോ, അതേപോലെ തന്നെ കുറച്ചുകൂടെ വെറൈറ്റീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. നമ്മളിത് ഈ കാണിക്കുന്നതാണ് നമ്മുടെ മീഡിയം സൈസിൽ അവൈലബിൾ ആക്കിയിട്ടുള്ള പ്ലാന്റ്സ്. അപ്പം മീഡിയം സൈസ് ഇതൊക്കെയാണ് സീഡ്ലിങ്സ് എല്ലാം നമ്മൾ എടുത്തെടുത്ത് പറയുന്നത്. സീഡ്ലിങ്സ് ആണെങ്കിൽ ചെറിയ പ്ലാന്റ് ആയിരിക്കും. ഇത് മീഡിയം സൈസാണ്, നല്ല രീതിയിൽ ഗ്രോത്ത്, അതായത് ആ ഒരു എന്താ പറയുക റൂട്ടൊക്കെ നല്ല താഴെ വരെ വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ്. നല്ല ഗ്രോത്തുള്ള പ്ലാന്റ്സ് ആണ് ഈ മീഡിയത്തിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അപ്പം മീഡിയത്തിന് നല്ല ഹെൽത്തി പ്ലാന്റ്സ് തന്നെയാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത്. അപ്പം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് സൈസും ഡിഫറൻസ് ഒക്കെ കാണാം. പിന്നെ കുറച്ചുകൂടി ഇതിന് വേണ്ടി നിങ്ങൾക്ക് നമ്മുടെ ലൈവ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനത്തെ പ്ലാന്റ്സാണ് നമ്മൾ നിങ്ങൾക്ക് അയക്കുന്നതെന്ന്. അപ്പം ഓരോ വെറൈറ്റി അനുസരിച്ച് പിന്നെ സൈസും ഡിഫറൻസ് ആണ്, അത് നമ്മൾ എടുത്ത് പറയുന്നുണ്ട്. കാരണം ചില വെറൈറ്റീസ് സൈസ് അത്യാവശ്യം നല്ല സൈസ് വയ്ക്കുന്ന വെറൈറ്റിയാണ്, ചില വെറൈറ്റീസ് സൈസ് കുറവാണ്. ഇപ്പം നമ്മുടെ കഴിഞ്ഞ ഓർഡർ തന്നെ ഒരു വെറൈറ്റി സൈസ് കുറവുള്ളതും ബാക്കിയുള്ള അത്യാവശ്യം സൈസുള്ള വെറൈറ്റി, കാരണം ആ ഒരു വെറൈറ്റിയുടെ പ്രത്യേകത കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്കിപ്പോൾ ഒരുപാട് പുതിയ വെറൈറ്റീസ് ഈ ഇതും നമുക്ക് 300, 350, 380 റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ ഒരുപാട് പുതിയ വെറൈറ്റീസും കൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം കോൺടാക്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ഒരുപാട് ഹോൾസെയിൽ പോയി നമ്മളെ കണ്ടത് പോലെ ഈ സൈസിലെ പ്ലാന്റ്സ് ഒക്കെയാണ് നമ്മൾ കൊറിയറിൽ അയക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ പാക്കിങ്ങിന് ടൈമിൽ എടുത്ത വീഡിയോ നമ്മൾ ഓൾറെഡി ലൈവ് പോയിട്ടുണ്ട്, എന്നാൽ അതിൻ്റെ വീഡിയോയും കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മീഡിയം സൈസ് പ്ലാന്റ്സ്. മീഡിയം സൈസ് നിങ്ങൾക്ക് കണ്ടിട്ടാണ്. അപ്പം മെച്ചറും മീഡിയം ഈ രണ്ട് സ്റ്റേജ്, മെച്ചർ എന്താ പറയുമ്പോൾ ബ്ലൂമിങ് സ്റ്റേജാണ്, അതും ഈ ഒരു സ്റ്റേജാണ് നമുക്ക് മെയിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പാക്കിങ്ങിന് വേണ്ടി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സൈസസിലൊക്കെ ആണ്. എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ പ്ലാന്റ്സ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചപ്പോൾ ഒരുപാട് പേര് നമുക്ക് പോസിറ്റീവ് റിവ്യൂസ് അത് കിട്ടി, മിക്കവരും അത് നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് സന്തോഷമാണ്, കസ്റ്റമറിൻ്റെ പ്ലാന്റ്സ് കിട്ടി നല്ല റിവ്യൂസ് കിട്ടുമ്പോൾ നമ്മൾ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറയാനുള്ളതും. പിന്നെ നമ്മുടെ പ്ലാൻസൊക്കെ വാങ്ങാൻ താല്പര്യം നമ്മുടെ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് അയക്കാം. വാട്സപ്പ് മാത്രമേ ഉള്ളൂ എടുത്തെടുത്ത് പറയുന്നത്, നമുക്ക് കോളും കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള ടൈം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് വാട്സപ്പ് മെസ്സേജ് ചെയ്യുമ്പോൾ നമുക്കൊന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ ഈവൻ രാത്രിയാണെങ്കിൽ കൂടി തന്നെ നമുക്ക് റിപ്ലൈ ചെയ്ത് തീർക്കാൻ പറ്റുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പം നിലവിൽ മീഡിയം സൈസും മെച്ചർ ബ്ലൂമിങ് സ്റ്റേജും ഈ രണ്ട് സ്റ്റേജിലെ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. അത് ഫെലനോപ്സിസ്, പിന്നെ ഡെൻഡ്രോബി ആണെങ്കിൽ ബുഷി ആയിട്ടുള്ള ബ്ലൂമിങ് സ്റ്റേജും അവൈലബിൾ ആണ്. അപ്പോൾ 300 ആണ് നമ്മുടെ സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യം നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് അയക്കാം. പിന്നെ നമുക്ക് 300 വരുന്ന രണ്ട് വെറൈറ്റീസ് ആണ്. അതിൽ ഒന്ന് ഗ്ലോയും മറ്റത് ഗുഡ് റീസണും. പിന്നെ 400 മെച്ച പ്ലാന്റ്സിൽ അതേപോലെ 400 ഓഫറും ഉണ്ട്. അപ്പോൾ അതിനും ഡീറ്റെയിൽസും കൂടുതലൊക്കെ അറിയാനായിട്ട് നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. അതിലേക്ക് നിങ്ങൾക്ക് കാറ്റലോഗും ഡീറ്റെയിൽസൊക്കെ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം വരുന്നത് വെച്ചാൽ നമ്മുടെ പ്ലാൻസിൻ്റെ കൊറിയർ അല്ലെങ്കിൽ ഡിസ്പാച്ച്. അപ്പം നമ്മളതെല്ലാം വിചാരിച്ചാൽ ഈ വരുന്ന മൺഡേ ട്യൂസ്ഡേസിൽ അയക്കാതാണ്. പിന്നീട് നമ്മളിപ്പോൾ ശ്രദ്ധിച്ചത് അന്ന് പൂജ ഹോളിഡേ ആണ്. അപ്പം നമുക്ക് എറണാകുളത്തിൻ്റെ ഒരു സൈഡ് വരെ ഒരു ദിവസത്തിനുള്ളിലും ബാക്കി അങ്ങോട്ടുള്ള സൈഡ്, എറണാകുളത്തിൻ്റെ ഒരു സൈഡ് തൊട്ട് അങ്ങ് തൃശ്ശൂർ അങ്ങോട്ടുള്ള സ്ഥലങ്ങളിൽ 2 ദിവസത്തിനുള്ളിലാണ് ഡെലിവർ ആവുന്നത്. പക്ഷേ നമ്മൾ മൺഡേ അയച്ചാൽ നിങ്ങൾക്ക് വെനസ്ഡേ ഡെലിവർ ആകേണ്ടടുത്ത് വെനസ്ഡേയും തേഴ്സ്ഡേയും ലീവാണ്. അപ്പോൾ പ്ലാൻസിന് ഡിലേ വരും. പിന്നെ 1 ഡേക്കുള്ളിൽ ഡെലിവർ ആവുന്നത് തന്നെ എന്തെങ്കിലും DDC സൈഡിൽ ഡിലേ വന്ന് അതും ഡിലേ വരും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു കാര്യത്തിലും കൂടി ഒരു കൺഫ്യൂഷനായിട്ട് ഇപ്പോൾ ഇരിക്കുവാണ്. കാരണം ലീവിൻ്റെ കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അത് എന്തെങ്കിലും നമ്മൾ സെറ്റ് ചെയ്തിട്ടായിരിക്കും പ്ലാൻസ് ഡിസ്പാച്ച് ചെയ്യുന്നത് കേട്ടോ. കാരണം ഈ ഒരു ഹോളിഡേയ്സിൻ്റെ ഇടയിൽ അയച്ച പ്ലാന്റ് ഹോൾഡ് വരും, പിന്നെ പ്ലാൻസ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മളൊന്ന് കൺഫേം ആക്കിയിട്ട് നമ്മൾ പ്ലാൻസിൻ്റെ കാര്യത്തിൽ ഡിസ്പാച്ച് ഉണ്ടായിരിക്കത്തുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ മെസ്സേജസിൻ്റെ കാര്യം എടുത്ത് പറഞ്ഞ് മെസ്സേജ് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഫ്രീ ടൈം കിട്ടുമ്പോൾ നമുക്ക് മാക്സിമം റിപ്ലൈ ഇടാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് മെസ്സേജസ് മാത്രം ആക്കിയിട്ടുള്ളത്. പിന്നെ അതിൽ തന്നെ ചിലർ പറയും നമ്മൾ റിപ്ലൈ ചെയ്യുന്നില്ല എന്ന്. പക്ഷെ അത് തന്നെ അവർ ഒരു മെസ്സേജിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ നോക്കിയിട്ട് നമ്മളെ കാണാതെ ആകുമ്പോഴാണ് ഇങ്ങനെ പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ എന്തായാലും വിത്തിൻ 1 ഡേ തന്നെ ഡെലിവറി ചെയ്ത് മെസ്സേജസൊക്കെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതൊക്കെ കണ്ടു, ഇത്രയും നല്ല റൂട്ട് വന്ന പ്ലാന്റ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. കുഞ്ഞു സീഡ്ലിങ്സ് ഒന്നുമല്ല, ഇത്രയും റൂട്ട് ഒരിക്കലും ഒരു സീഡ്ലിങ്ങിന് വരത്തില്ല. അപ്പോൾ അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സിന് മാത്രമേ ഇത്രയും റൂട്ട് വരത്തുള്ളൂ. അതും പുറത്തോട്ടൊക്കെ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പം പറഞ്ഞു വന്നത് നമ്മുടെ മെസ്സേജസിൻ്റെ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അധികം ഡിലേ വരാതെ തന്നെ നമ്മൾ മാക്സിമം മെസ്സേജസും എല്ലാം കവർ ചെയ്ത് തന്നെ ആയിരിക്കും പോകുന്നത് കേട്ടോ. പിന്നെ അതിനെ പറ്റിയുള്ള അപ്ഡേറ്റ്സ് നമ്മൾ അറിയിക്കുന്നതിനനുസരിച്ച് സൈസും വീഡിയോസും എല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. മെച്ചർ വേണോ, ബ്ലൂമിങ് വേണോ, അതായത് ബ്ലൂമിങ് സ്റ്റേജിലുള്ള വേണോ അതോ മീഡിയം വേണോ എന്ന് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ. കാരണം മീഡിയം ബ്ലൂമിങ് സ്റ്റേജൊക്കെ നമ്മൾ മെയിനായിട്ട് സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന റേറ്റിലാണ് നമ്മൾ കുറച്ച് അഫോർഡബിൾ ആക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ച് വാങ്ങാവുന്നതാണ്. പിന്നെ നമുക്ക് ഒരുപാട് ഹോൾസെയിൽ
വന്നിട്ടുണ്ടായിരുന്നു. കൂടുതലും നഴ്സറീസിൽ നിന്നും പിന്നെ കുറച്ചൊക്കെ വീട്ടിലിരുന്ന് ചെറിയ രീതി വരുമാനമൊക്കെ നേടാൻ ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സൊക്കെയാണ് നമുക്ക് അതൊക്കെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ നമ്മുടെ ഹോൾസെയിൽ ഓർഡേഴ്സും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പ്ലാൻസ് വാങ്ങാൻ താല്പര്യപ്പെടുന്നവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറുണ്ട്, അതിലേക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് അയക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ നമുക്കൊരു കാര്യം കൂടെ പറയാണ്ട് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെ പറയുവാണ്. നമ്മുടെ കൊറിയറിൻ്റെ കാര്യം നമുക്കിപ്പോൾ ഒന്നൊരു കൺഫേം ആയില്ല. കാരണം ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്ത സമയത്തും നമ്മൾ ശ്രദ്ധിച്ചില്ല. പിന്നെ ഇപ്പോൾ രണ്ടാമതാണ് നമ്മളതൊന്നുകൂടെ എഡിറ്റ് ചെയ്യുന്നത്. കാരണം ലീവ് വരുന്നുണ്ട്, അതും ആഴ്ചയുടെ ഇടയ്ക്കാണ് വരുന്നത്, ചൊവ്വ ബുധൻ. പിന്നെ 30 പൊതു അവധി ആക്കിയിട്ടുണ്ട്, പക്ഷേ നമുക്ക് ബാധിക്കത്തില്ല. എന്നാലും നമുക്ക് എന്താ പറയുക, ബുധനും വ്യാഴവും അവധി ആയതുകൊണ്ട് നമുക്ക് ഡെലിവറിയുടെ കാര്യത്തിൽ തന്നെ ഒരു കൺഫ്യൂഷൻസ് ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് നോക്കിയിട്ട് നമുക്ക് പ്ലാൻസ് ഡിസ്പാച്ച് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് പ്ലാൻസ് അയക്കുന്നതിൽ ഒരു ഡിലേ ഇല്ല. നമ്മൾ മൺഡേ ട്യൂസ്ഡേസ് ഓക്കെയാണ്. പിന്നെ കസ്റ്റമേഴ്സിൻ്റെ സൈഡിൽ നിന്നും കൂടെ നമുക്കൊരു കൺഫർമേഷൻ കിട്ടിയാൽ നമ്മൾ അയക്കുന്നതായിരിക്കും. കാരണം നമ്മൾ അവിടെ ചിലർക്ക് ഇഷ്യൂ ഉണ്ട്, നമ്മൾ പ്ലാൻസ് പെട്ടെന്ന് തന്നെ അയക്കണം എന്നൊരു ഇതിൽ ചിലർക്ക് ഇഷ്യൂ ഉണ്ട്. പക്ഷേ ചില കസ്റ്റമേഴ്സ് ഇതിൽ എന്താ പറയുക, ഹോളിഡേയ്സ് മാറിയിട്ട് അയക്കാൻ പറയുന്നവരുണ്ട്. പക്ഷെ അതും പല ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ്. അപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ കൺവീനിയൻസ് നോക്കണം. പിന്നെ നമുക്ക് മുൻകൂറായിട്ട് നമ്മൾ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടെ അനുസരിച്ചായിരിക്കും നമ്മൾ അയക്കാൻ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ കസ്റ്റമേഴ്സിന് എങ്ങനെയാണോ താല്പര്യം അതനുസരിച്ച് നമുക്ക് ചെയ്യുന്നതിൽ ഒരു വിരോധമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്ന് ഓർഡർ ചെയ്യുന്ന കസ്റ്റമേഴ്സ് എപ്പോൾ അയക്കണം എന്നൊരു ഡീറ്റെയിലും കൂടെ നമ്മുടെ അടുത്തൊന്ന് പറഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. കാരണം നമുക്ക് അയക്കുന്നതിൽ ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ മാക്സിമം മെച്ചോ പ്ലാൻസിൻ്റെതും ഡെൻഡ്രോബ് ഈ വീക്ക് ചാൻസ് കുറവാണ്. നമ്മൾ സ്റ്റിൽ നോക്കുന്നുണ്ട്. എന്തെങ്കിലും ഇതൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും മെസ്സേജിലൂടെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു വീക്ക് ഡിസ്പാച്ച് ഒഴിവാക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് അപ് ടു കസ്റ്റമേഴ്സിന് ഇതാക്കണമെങ്കിൽ നമുക്ക് കൊടുക്കാം. നമുക്കൊരു ഇഷ്യൂസും ഇല്ല. കാരണം നമുക്ക് പാക്ക് ചെയ്യാനൊക്കെ, കാരണം നമ്മൾ ഇത്ര സെറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇതിപ്പോൾ ഇനി പ്ലാൻസ് വാങ്ങുന്ന കസ്റ്റമേഴ്സ് ഇതിൻ്റെ ഡിസ്പാച്ചിൻ്റെ കാര്യം നോക്കണം. കാരണം നമ്മൾ ആദ്യത്തെ ഒരു ഡിസ്പാച്ച് നമുക്ക് ഡിലേ വന്നതിന് കാരണം നമുക്ക് ഒരു ദിവസം കൊണ്ട് ഇത്രയും പാക്ക് ചെയ്ത് അയക്കുമ്പോഴാണ് ഒരുപാട് തിരക്കുണ്ട്. നമ്മൾ മുൻകൂറായിട്ട് വീഡിയോയിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പം നമുക്കത് സൺഡേ പാക്ക് ചെയ്ത് മൺഡേ ഡിസ്പാച്ച് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷേ ഈ ഒരു ലീവ് വരുന്നതുകൊണ്ട് കൊറിയർ എന്തെങ്കിലും ഡിലേ വന്നാൽ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം DTTCയുടെ സൈഡിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് മൺഡേ അയച്ച കൊറിയേഴ്സ് ഒന്നും ഡിലേ ഇല്ലാതെ ട്യൂസ്ഡേ വെനസ്ഡേ ആയിട്ട് എല്ലാവർക്കും ഡിസ്പാച്ച് കിട്ടി. ഡിസ്പാച്ച് പ്ലാൻസ് കിട്ടി. പക്ഷേ അതേസമയത്ത് നമ്മൾ ട്യൂസ്ഡേ ഡിസ്പാച്ച് ചെയ്തത് കുറേ പേർക്കൊന്നും വെനസ്ഡേ കിട്ടിയിട്ടില്ലായിരുന്നു. അതായത് നമുക്ക് ട്യൂസ്ഡേ ഡിസ്പാച്ച് ചെയ്തത് എന്താ പറയുക, വെനസ്ഡേ അല്ല തേഴ്സ്ഡേ. അതായത് കാലിക്കറ്റ് ഏരിയാസിലൊക്കെ കോഴിക്കോട് അങ്ങോട്ടൊക്കെ നമുക്ക് തേഴ്സ്ഡേ ആണ് കിട്ടാനുള്ളത്. അപ്പോൾ ആ ടൈം അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൽ ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ ഒരു കാര്യത്തിൽ നമുക്കൊരു ഉറപ്പും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഡിലേ വരുന്ന ഇപ്പോൾ സ്പീഡ് പോസ്റ്റിൽ ആ ഒരു ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ DTTC പ്രിഫർ ചെയ്തത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് കൊറിയറിനെ റിലേറ്റ് ചെയ്ത് പറയാനുള്ളത്. അപ്പം എല്ലാവരും ഓർഡർ ചെയ്യുമ്പം വീഡിയോ ഫുള്ളായിട്ട് കണ്ട് ഇതെല്ലാം കണ്ടിട്ട് നമുക്ക് ഓർഡർ കാണാം. നമുക്ക് ഓരോരുത്തർക്കും ഇതെല്ലാം നമുക്ക് എടുത്തെടുത്ത് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിലൂടെ തന്നെ മാക്സിമം ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. വീഡിയോയുടെ ലാസ്റ്റ് ആരെങ്കിലും കണ്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ച് നമ്മുടെ വീഡിയോയുടെ ഇടയിലും നമ്മൾ ഈ ഒരു കൊറിയറിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നുണ്ട്. അതൊന്നും മിസ് ചെയ്യാതെ എല്ലാം കണ്ടിട്ട് നമുക്ക് ഓർഡർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രിഫറൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്വയറീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് അതെല്ലാം ക്ലിയർ ചെയ്ത് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.